2008 മാലേഗാവ് സ്ഫോടനത്തിൽ ബി.ജെ.പിയുടെ മുൻ എം.പിയും മുൻ എ.ബി.വി.പി നേതാവുമായ സാധ്വി പ്രഗ്യാ സിംഗ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. 17 വർഷത്തിന് ശേഷമാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ബോംബ് സ്ഫോടനം നടന്നു എന്ന് മുംബൈയിലെ പ്രത്യേക എൻ.ഐ.എ കോടതി കണ്ടെത്തിയെങ്കിലും അത് ചെയ്തത് കുറ്റപത്രത്തിലുള്ള പ്രതികളാണെന്ന് തെളിയിക്കാൻ എൻ.ഐ.എക്ക് കഴിഞ്ഞില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ കേസ് ഇനിയും ചുരുളഴിയാതെ തുടരുന്നത് മാത്രമല്ല ഈ കോടതി വിധിയുടെ പ്രത്യേകത. നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് നടന്ന നിരവധി ബോംബ് സ്ഫോടനങ്ങൾ ഇതോടൊപ്പം ഉത്തരം കിട്ടാത്ത കടങ്കഥകളായി തുടരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ ബോംബ് സ്ഫോടനങ്ങൾ? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ സംഭവങ്ങൾ നാഴികക്കല്ലുകളായത്? നിരപരാധികളായ 100 കണക്കിന് പേരെ കൊന്ന ഈ സംഭവങ്ങൾ എങ്ങനെയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തിയത്? ഇന്ത്യ പല കാലത്തും ഭീകരാക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്. സിഖ് വിഘടനവാദം ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ കലാശിച്ചതും തമിഴ് ഈഴംവാദം രാജീവ് ഗാന്ധിയെ കൊന്നതുമെല്ലാം ഉദാഹരണങ്ങളാണ്. കശ്മീരിലും നോർത്ത് ഈസ്റ്റിലും പഞ്ചാബിലുമെല്ലാമുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾ പക്ഷേ ഇന്ത്യൻ സൈന്യവുമായി ആണ് ഏറ്റുമുട്ടിപ്പോകുന്നത്. പാകിസ്ഥാന്റെ പിന്തുണയുള്ള കശ്മീർ തീവ്രവാദികൾ കശ്മീരിൽ സിവിലിയന്മാർക്കെതിരെയും ആക്രമണം നടത്തിപ്പോന്നിരുന്നു. എന്നാൽ ഇതെല്ലാം വിഘടനവാദമായിരുന്നു. 1992 ഇന്ത്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ശേഷമാണ് ഭീകരവാദം എന്ന പദം ഇന്ത്യയുടെ വിദേശകാര്യ സുരക്ഷാ നിഘണ്ടുവിൽ ഇടം പിടിക്കുന്നത്. നരസിംഹറാവുവിന് ശേഷം പ്രധാനമന്ത്രിമാരായ ദേവഗൌഡ, ഐക്യ ഗുജറാൾ എന്നിവർ പക്ഷേ ഇസ്രായേലുമായി അത്ര ഊഷ്മള ബന്ധം സൂക്ഷിച്ചിരുന്നില്ല. 99-ൽ വാജ്പേയി അധികാരത്തിലെത്തിയ ശേഷം ചിത്രം മാറി മറിഞ്ഞു. വാജ്പേയി സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായ എൽ.കെ. അദ്വാനിയാണ് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ മന്ത്രി. 2000 ആണ്ട് ജൂണിലാണ് അദ്വാനി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇസ്രായേലുമായി സുരക്ഷാ സഹകരണം ഉറപ്പാക്കുകയായിരുന്നു സന്ദർശന ലക്ഷ്യം. അടുത്ത വർഷം സെപ്റ്റംബർ 11-ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് സിമി എന്ന മുസ്ലിം വിദ്യാർത്ഥി സംഘടനയെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചു. രാജ്യവ്യാപകമായി സിമിയുടെ പ്രവർത്തകരിൽ പലരും അറസ്റ്റിലായി. ആ വർഷം ഡിസംബറിൽ ഇന്ത്യയുടെ പാർലമെന്റിന് നേരെ ഭീകരാക്രമണമുണ്ടായി. 6 പോലീസുകാരും 2 സെക്യൂരിറ്റി ജീവനക്കാരും ഒരു പൂന്തോട്ടക്കാരനും ഉൾപ്പെടെ 9 പേരെ ഭീകരർ വെടിവെച്ചു കൊന്നു. ആക്രമണം നടത്തിയ 5 ഭീകരന്മാരെ സുരക്ഷാ സേനയും തിരിച്ച് വെടിവെച്ചു. അവരും കൊല്ലപ്പെട്ടു. ഈ കേസിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഗീലാനി, അഫ്സൽ ഗുരു, ഷൗക്കത്ത് അഫ്സാൻ എന്നിവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗീലാനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു. വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. 1 വർഷത്തിനകം ഇവരെ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. എന്നാൽ ഗീലാനിയെ ഡൽഹി ഹൈക്കോടതി വെറുതെ വിട്ടു. അഫ്സൽ ഗുരുവിനെ 2013-ൽ തൂക്കിക്കൊന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചതായിരുന്നു പാർലമെന്റ് ആക്രമണം. ഡൽഹി ഭീകരാക്രമണത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആക്രമണം നടത്തിയ ഭീകരന്മാർ ആരാണ്? അഫ്സൽ ഗുരുവാണ് ഇവരെ ഡൽഹിയിൽ എത്തിച്ചത് എന്നായിരുന്നു ഡൽഹി പോലീസ് പറഞ്ഞത്. അതിന് തെളിവെന്താണ്? ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ. എന്നാൽ ഈ ചോദ്യങ്ങൾ ഉയർത്താനോ ഉത്തരം കണ്ടെത്താനോ ആർക്കും കഴിയുമായിരുന്നില്ല. കാരണം പിന്നെ രാജ്യം കണ്ടത് തുടർച്ചയായ അത്തരം ഭീകരാക്രമണങ്ങളായിരുന്നു. 2002 ജനുവരി 22-ന് കൊൽക്കത്തയിൽ അമേരിക്കൻ കൾച്ചറൽ സെന്ററിൽ ബൈക്കിലെത്തിയ 2 പേർ നടത്തിയ വെടിവെയ്പിൽ 4 പോലീസുകാരുൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. 4 ദിവസത്തിന് ശേഷം സലീം, സാഹിദ് എന്നീ 2 പേരെ ജാർഖണ്ഡിൽ പോലീസ് വെടിവെച്ചു കൊന്നു. ഇവരുടെ മരണമൊഴിയിൽ ഇവരാണ് ആക്രമണം നടത്തിയത് എന്ന് മൊഴി നൽകിയെന്ന് പോലീസ് പറഞ്ഞു. ഹർക്കത്തുൽ ജിഹാദെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിൻ്റെ വാദം. അതിൻ്റെ തലവൻ്റെ പേര് ഫർഹാൻ മാലിക് എന്നാണെന്നും പിറ്റേന്ന് തന്നെ അഫ്താബ് അൻസാരി എന്നയാളെ ദുബൈയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളാണ് ശരിക്കും ഫർഹാൻ മാലിക് എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. അൻസാരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും സുപ്രീം കോടതി അത് 7 വർഷം തടവാക്കി ചുരുക്കി. തൊട്ടടുത്ത മാസം ഗുജറാത്തിൽ കലാപം ആരംഭിച്ചു. അതുവരെ ഭീകരാക്രമണങ്ങളിൽ ഉണ്ടായിരുന്ന മാധ്യമശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയപ്പോൾ അതേ വർഷം സെപ്റ്റംബറിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ ഭീകരാക്രമണം. കാറിലെത്തിയ 2 ഭീകരന്മാർ ക്ഷേത്രത്തിലുണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർത്തു. പോലീസുകാരുൾപ്പെടെ 31 പേർ കൊല്ലപ്പെട്ടു. NSG കമാൻഡോകൾ എത്തിയാണ് ഭീകരന്മാരെ വധിച്ചത്. ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ ഉറുദു കത്തിൽ തഹ്രീക്കെ കസസ് എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറഞ്ഞത്. ഗുജറാത്ത് കലാപത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു അത്രേ അവരുടെ ലക്ഷ്യം. പോലീസിൻ്റെ വാദമനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ പേരുകൾ അംജദ്, ഹാഫീസ് എന്നിങ്ങനെയാണെന്നും പാകിസ്ഥാൻ സ്വദേശികളാണെന്നും ആയിരുന്നു പുറത്തു വന്ന വിവരം.
ഭീകരാക്രമണത്തിന് സഹായിച്ചു എന്ന പേരിൽ 6 ഗുജറാത്തി മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ 2 പേർക്ക് വധശിക്ഷ വിധിച്ചു. 2014 സുപ്രീം കോടതി ഗുജറാത്ത് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഈ 6 പേരെയും കുറ്റവിമുക്തരാക്കി. പിന്നീടുള്ള മാസങ്ങളിൽ ഭീകരന്മാരുടെ ലക്ഷ്യം മുംബൈ നഗരമായിരുന്നു. 2002 ഡിസംബർ 2-ന് ഘാട്ട്കോപ്പറിലെ ബസ്സിൽ ബോംബ് പൊട്ടി 2 പേർ മരിച്ചു. 50 പേർക്ക് പരിക്കേറ്റു. 29 പേരെ പ്രതി ചേർത്തു. 19 പേരെ അറസ്റ്റ് ചെയ്തു. എല്ലാവരും സമീപ പ്രദേശങ്ങളിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ. ഇവരുടെ ലക്ഷ്യം ഗുജറാത്ത് കലാപത്തിന് പകരം വീട്ടുക എന്നായിരുന്നു പോലീസിൻ്റെ വിശദീകരണം. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. മറ്റൊരാളെ ഹൈദരാബാദിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് പ്രതികളാക്കിയ മുഴുവൻ പേരെയും 2005 വിചാരണ കോടതി തന്നെ തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. 2003 ജനുവരി 27-ന് വീണ്ടും മുംബൈയിൽ ബോംബ് സ്ഫോടനം. വിലേപാർലെ റെയിൽവേ സ്റ്റേഷന് സമീപം സൈക്കിളിൽ വെച്ച ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. ആരാണ് ബോംബ് വെച്ചതെന്നോ എന്തായിരുന്നു ലക്ഷ്യമെന്നോ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അന്ന് പ്രധാനമന്ത്രി വാജ്പേയി മുംബൈ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു സ്ഫോടനം. അതേ വർഷം മാർച്ച് 14-ന് മുംബൈയിലെ മുളുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ ബോംബ് പൊട്ടി 10 പേർ മരിച്ചു. 70 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ നിരോധിത സംഘടനയായ സിമി മുതൽ ഹുജി, ഇന്ത്യൻ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന കഥകൾ പ്രചരിച്ചു. അതേ വർഷം ജൂലൈയിൽ ഘാട്ട്കോപ്പറിൽ തന്നെ ബസ്സിൽ വീണ്ടും ബോംബ് സ്ഫോടനം. 4 പേർ കൊല്ലപ്പെട്ടു. 32 പേർക്ക് പരിക്കേറ്റു. ആരാണ് അത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. മുംബൈ സ്ഫോടന പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് 2003 ഓഗസ്റ്റിൽ നടന്ന ഭീകരാക്രമണത്തിലായിരുന്നു. 2 ഇടത്തായി നടന്ന സ്ഫോടനത്തിൽ 54 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലേറെ പേർക്ക് പരിക്കുപറ്റി. ഓട്ടോ ഡ്രൈവറായ ഹനീഫ് സയ്യിദ്, ഭാര്യ ഫഹ്മിദ, അഷ്റഫ് സയ്യിദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് കോടതി വധശിക്ഷ വിധിച്ചു. ഹനീഫ് സയ്യിദ് 6 കൊല്ലം മുമ്പ് തടവിൽ കിടന്ന് മരിച്ചു. മറ്റു 2 പേർ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുകയാണിപ്പോൾ. ഗുജറാത്ത് കലാപത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു ഇവർ എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. 2004 പൊതുവെ വലിയ ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നാഗാലാൻഡിലും ആസാമിലുമൊക്കെ വിഘടനവാദികൾ ഭീകരാക്രമണങ്ങൾ നടത്തി നിരപരാധികളെ കൊന്നു. 2005-ലാണ് രാജ്യത്ത് നടുക്കിയ ഡൽഹി കൂട്ട ബോംബ് സ്ഫോടനമുണ്ടാകുന്നത്. ദീപാവലി ദിനത്തിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ 62 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. പതിവ് പോലെ ലഷ്കർ എ തയ്യബ മുതൽ ഇന്ത്യൻ മുജാഹിദീൻ വരെയുള്ളവരാണ് പിന്നിൽ എന്ന് കഥകൾ പരന്നു. താരിഖ് അഹമ്മദ്, മുഹമ്മദ് റഫീഖ് ഷാ എന്നീ 2 പേരെ ഡൽഹിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 22 വയസ്സ് മാത്രമുള്ള മുഹമ്മദ് റഫീഖ് ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ കശ്മീർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു. താൻ ആ സമയത്ത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ തെളിവുൾപ്പെടെ റഫീഖ് കോടതിയിൽ ഹാജരാക്കി. പക്ഷേ 12 വർഷം റഫീഖിന് ജയിൽ കഴിയേണ്ടി വന്നു. ഒടുവിൽ തെളിവില്ലെന്ന് കണ്ട് 2017-ൽ കേസിലെ മുഴുവൻ പ്രതികളെയും വിട്ടയച്ചു. അതേ വർഷം ഡിസംബറിൽ ബംഗളൂരുവിൽ ആദ്യമായി ഒരു ഭീകരാക്രമണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നടന്ന വെടിവയ്പിൽ ഒരു IIT പ്രൊഫസറാണ് കൊല്ലപ്പെട്ടത്. ലഷ്കർ എ തയ്യബയുടെ ദക്ഷിണേന്ത്യൻ യൂണിറ്റാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. 20 വർഷമായിട്ടും വെടിയുതിർത്തിയയാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ കേസിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ്. ഇവർക്കൊക്കെ ലഷ്കർ ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അവർ അപ്പീലും നൽകിയിട്ടുണ്ട്. കാത്തിരിക്കുകയാണ് ജയിൽ. അടുത്ത വർഷം വീണ്ടും മുംബൈ നഗരം ഭീകരന്മാരുടെ ലക്ഷ്യമായി മാറി. 11 മിനിറ്റിനിടയ്ക്ക് 7 സബർബൻ ട്രെയിനുകളിൽ സ്ഫോടനം നടന്നു. 209 പേരാണ് മരിച്ചത്. 700-ലേറെ പേർക്ക് പരിക്കേറ്റു. പതിവ് പോലെ ലഷ്കർ, സിമി, ഇന്ത്യൻ മുജാഹിദീൻ എന്നിവരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഒരാളെ പോലീസ് അന്ന് തന്നെ വെടിവെച്ചു കൊന്നു. 13 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 12 പേർ കുറ്റക്കാരാണെന്ന് പിന്നീട് കോടതി വിധിച്ചു. 5 പേർക്ക് വധശിക്ഷയും ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തവും ലഭിച്ചു. 19 വർഷത്തിന് ശേഷം ഒരു തെളിവുമില്ലെന്ന് കണ്ട് ഈ 12 പേരെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു. ഇതോടെ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ സ്വഭാവം മെല്ലെ മാറുകയായിരുന്നു. അതുവരെ ക്ഷേത്രങ്ങൾ, റെയിൽവേ, ബസ്, അങ്ങാടികൾ എന്നിവയാണ് ആക്രമിക്കപ്പെട്ടിരുന്നതെങ്കിൽ 2006-ലെ മലേഗാവ് സ്ഫോടനത്തോടെ മുസ്ലിം ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടാൻ തുടങ്ങി. 2006 സെപ്റ്റംബർ 8-ന് മാലേഗാവ് ജുമാ മസ്ജിദിലുണ്ടായ സ്ഫോടനത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ സമീപവാസികളായ 9 ചെറുപ്പക്കാരെ പോലീസ് പിടികൂടി. ഇവരെ 10 വർഷത്തിന് ശേഷം കോടതി കുറ്റവിമുക്തരാക്കി. പിറ്റേ വർഷം നടന്നത് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഓടുന്ന സംഝോത എക്സ്പ്രസിലുണ്ടായ സ്ഫോടനമായിരുന്നു. 68 പേരാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിലധികവും പാകിസ്ഥാൻകാരായിരുന്നു. അതേ വർഷം ഹൈദരാബാദ് മക്ക മസ്ജിദിൽ ഇരട്ട സ്ഫോടനം. 42 പേർ കൊല്ലപ്പെട്ടു. ഹുജിയാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. കുറേയധികം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേ വർഷം ഒക്ടോബറിൽ അജ്മീർ ദർഗയിൽ സ്ഫോടനം, 3 പേർ കൊല്ലപ്പെട്ടു. മുസ്ലിം ഭീകരന്മാർ മുസ്ലിങ്ങളെ തന്നെ ബോംബ് വെച്ച് കൊല്ലുന്നോ എന്ന് പലരും സംശയിക്കുമ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ പിറ്റേ വർഷം സ്ഫോടന പരമ്പര.
63 പേരാണ് കൊല്ലപ്പെട്ടത്. പതിവ് പോലെ ഹുജി, ഇന്ത്യൻ മുജാഹിദീൻ എന്നീ പല പേരുകളും മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടു. ബംഗ്ലാദേശ് സ്വദേശികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 15 വർഷത്തിന് ശേഷം 2023 ഇവരെയെല്ലാം രാജസ്ഥാൻ ഹൈക്കോടതി വിട്ടയച്ചു. നിയമത്തിൻ്റെ ബാലപാഠം പോലും അറിയില്ലേ പോലീസിനെന്ന് ചോദിച്ച് രാജസ്ഥാൻ DGPയെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. കുറ്റവിമുക്തരാക്കിയെങ്കിലും ഇവരിപ്പോഴും മറ്റേതൊക്കെയോ കേസുകളിൽ ജയിലിലാണ്. കഴിഞ്ഞില്ല, രാജ്യത്തെ നടുക്കി വീണ്ടും അഹമ്മദാബാദിൽ ബോംബ് സ്ഫോടന പരമ്പര. ലോകം ഞെട്ടിവിറച്ചു. 56 പേർ കൊല്ലപ്പെട്ടു. ഇത്തവണ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇന്ത്യൻ മുജാഹിദീൻ ഇമെയിൽ അയച്ചു. ലോകം മുഴുവൻ അപലപിച്ച ഈ ഭീകരാക്രമണത്തെ തുടർന്ന് അന്നത്തെ UPA സർക്കാരിനെതിരെ വൻ വിമർശനമുണ്ടായി. പോലീസ് രാജ്യം മുഴുവൻ വലവിരിച്ചു. മുൻപ് സിമിയിൽ പ്രവർത്തിച്ചിരുന്നവരും പിന്നീട് പല കേസുകളിൽ ജയിലിലായവരുമായ 50ഓളം പേർ പ്രതികളായി. 2022 ഇതിൽ 11 പേർക്ക് ജീവപര്യന്തം ലഭിച്ചു. 38 പേർക്ക് വധശിക്ഷയും. ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ ലഭിച്ച കേസായി മാറി ഇത്. ഇതിനിടെ വീണ്ടും ഡൽഹിയിൽ 7 ഇടത്ത് സ്ഫോടനം. 20ഓളം പേർ കൊല്ലപ്പെട്ടു. പ്രതികൾ ഇന്ത്യൻ മുജാഹിദീൻ തന്നെ. അഹമ്മദാബാദ് ആക്രമണം പോലെ മാധ്യമങ്ങൾക്ക് ഇന്ത്യൻ മുജാഹിദീൻ ഇമെയിൽ അയച്ചു. കുറേയധികം പേർ പലപ്പോഴായി അറസ്റ്റിലായി. വിചാരണ ഇപ്പോഴും തുടരുകയാണ്. പ്രതികളെല്ലാം രാജ്യത്തെമ്പാടുമുള്ള മുൻ സിമി പ്രവർത്തകരാണ്. ഇതിനിടെയാണ് ടെറർ കേസുകളിൽ ഒരു വഴിത്തിരിവായി മാലേഗാവ് സ്ഫോടനമുണ്ടാകുന്നത്. ഈ സ്ഫോടനത്തിൽ 6 പേർ മാത്രമേ മരിച്ചുള്ളൂ. കേസന്വേഷിച്ച മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡ് പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ഇതേ ദിവസം ഗുജറാത്തിലെ മൊഡാസയിൽ ഒരു സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാലേഗാവിൽ 2 വർഷം മുമ്പുണ്ടായ സ്ഫോടനത്തിലേതുപോലെ ഇക്കുറിയും സമീപവാസികളായ ചെറുപ്പക്കാർ അറസ്റ്റിലായി. എന്നാൽ ATS ഈ കേസ് ഏറ്റെടുത്തു. ATS തലവൻ ഹേമന്ത് കാർക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മുൻ ABVP നേതാവ് കൂടിയായ സാധ്വി പ്രഗ്യാ സിംഗിനെയായിരുന്നു. സൈനികോദ്യോഗസ്ഥനായ ശ്രീകാന്ത് പുരോഹിത് മുതൽ നിരവധി പേർ അറസ്റ്റിലായി. ഇവരിൽ പ്രധാനി സ്വാമി അസീമാനന്ദ എന്ന RSS പ്രചാരകനായിരുന്നു. പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ പേരിലുള്ള ബൈക്കിലാണ് ബോംബ് സ്ഥാപിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അസീമാനന്ദയെ പാർപ്പിച്ച ജയിലിൽ നേരത്തെ ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ജയിൽ സെല്ലിനുള്ളിൽ അസീമാനന്ദ രോഗിയായപ്പോൾ അയാളെ പരിചരിച്ചത് ഈ ചെറുപ്പക്കാരനായിരുന്നു. പശ്ചാത്താപ വിവശനായ അസീമാനന്ദ അന്വേഷണ ഏജൻസികളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മാലേഗാവ്, മക്ക മസ്ജിദ്, സംഝോത എക്സ്പ്രസ് തുടങ്ങിയ സ്ഫോടനങ്ങൾ RSSൻ്റെ നിർദ്ദേശത്തോടെ നടത്തിയതാണ് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. നന്ദേഡിൽ 2006 ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിലെ വിശദാംശങ്ങളും ATS അന്വേഷിച്ചു. അസീമാനന്ദ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തു. ഈ മൊഴി മാധ്യമങ്ങളിലൂടെ പുറത്തുവരിക മാത്രമല്ല, ജയിലിനുള്ളിൽ വെച്ച് മാധ്യമങ്ങൾ ഇയാളുടെ അഭിമുഖവും നടത്തി. ഹിന്ദുത്വ ടെററിസം എന്ന വാക്ക് പുതുതായി രൂപം കൊണ്ടു. ഒക്ടോബറിൽ ഇവർ അറസ്റ്റിലായി പിറ്റേ മാസം മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായി. ഈ ഭീകരാക്രമണത്തിൽ പ്രഗ്യാ സിംഗിനെയും മറ്റും അറസ്റ്റ് ചെയ്ത ATS തലവൻ ഹേമന്ത് കാർക്കരെ കൊല്ലപ്പെട്ടു. കാർക്കരയുടെ മരണം ദുരൂഹമാണെന്ന ആരോപണവുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിതാ കാർക്കരെ രംഗത്തെത്തി. അസീമാനന്ദ നൽകിയ കുറ്റസമ്മത മൊഴിയിലൂടെയും അയാൾ ജയിലിൽ നിന്ന് കൊടുത്ത അഭിമുഖങ്ങളിലൂടെയും ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വന്നിരുന്നു. RSS സംഘചാലക് മോഹൻ ഭാഗവത്, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാർ എന്നിവർക്ക് ഈ സ്ഫോടനങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് അസീമാനന്ദ പറഞ്ഞത്. അസീമാനന്ദയെ സ്ഫോടനങ്ങൾക്ക് പ്രേരിപ്പിച്ചത് തന്നെ RSS ആണ് എന്ന് അസീമാനന്ദ അഭിമുഖങ്ങളിലും മറ്റും പറഞ്ഞിരുന്നു. ഈ സ്ഫോടനങ്ങളിലെ നിർണായക കണ്ണികളിൽ ഒരാളായ സുനിൽ ജോഷി 2007 കർണാടകയിലെ ഉടുപ്പിയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇയാളെ കൊന്ന കേസിലും പ്രഗ്യാ സിംഗും കൂട്ടാളികളും പ്രതി ചേർക്കപ്പെട്ടു. അസീമാനന്ദയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം RSSലേക്ക് നീളുമെന്ന സ്ഥിതിയുണ്ടായപ്പോൾ അതുവരെ വക്കീലിനെ വയ്ക്കാൻ വിസമ്മതിച്ചിരുന്ന അസീമാനന്ദയ്ക്ക് നിയമസഹായവുമായി അഭിഭാഷകരെത്തി. അസീമാനന്ദ കോടതിയിൽ മൊഴി മാറ്റി. മാലേഗാവിലെ 2ാം സ്ഫോടനത്തിലാണ് കഴിഞ്ഞ ദിവസം കോടതി പ്രഗ്യാ സിംഗ് ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. ഇവിടെ ഇതുവരെ പരാമർശിച്ചത് അക്കാലത്ത് നടന്ന പ്രധാനപ്പെട്ട കൂടുതൽ മരണങ്ങളുണ്ടായ ഭീകരാക്രമണങ്ങൾ മാത്രമാണ്. ഇതിൽ അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. മുംബൈ ഇരട്ട സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കേസും അപ്പീലിലാണ്. ഈ 2 കേസിലൊഴികെ മറ്റെല്ലാ കേസുകളിലും പ്രതികളാക്കപ്പെട്ടവരെ കോടതി വെറുതെ വിടുകയോ വിചാരണ കാത്ത് അവർ ജയിലിൽ കഴിയുകയാണ്. ഇവിടെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 100 കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഈ സ്ഫോടനങ്ങളൊക്കെ നടത്തിയത് ആരാണ്? അക്കാലത്ത് നിരന്തരം മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നിരവധി ഭീകര സംഘടനകളുണ്ട്. ഇന്ത്യൻ മുജാഹിദീൻ, ഹുജി, ഇവരൊക്കെ ആരാണ്? ഈ സംഘടനകൾ ഇപ്പോഴുമുണ്ടോ? 2013 ഹൈദരാബാദിലെ ദിൽസുഖ് നഗറിൽ 17 പേർ കൊല്ലപ്പെട്ട ബോംബ് സ്ഫോടനത്തോടെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ഭീകരാക്രമണങ്ങൾ കൂടുന്നതിനെ നിലയ്ക്കുകയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഭീകര സംഘടനകൾ പ്രവർത്തനം അവസാനിപ്പിച്ചു. നിലവിൽ പ്രതി ചേർക്കപ്പെട്ട് പിന്നീട് നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയക്കപ്പെട്ടവർ ജയിലിനുള്ളിൽ കഴിയേണ്ടി വന്നത് 10ഉം 20ഉം കൊല്ലമാണ്. ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലേ?
രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം തകർക്കുകയായിരുന്നു ഈ ഭീകരാക്രമണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആരാണ്?